ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഹോം ഓർഗനൈസിങ് ചാലഞ്ചിൻ്റെ 4ാമത്തെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചെയ്യേണ്ട ടാസ്ക് ബെഡ്ഷീറ്റും ടവൽസും ഓർഗനൈസ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോ ദിവസവും നിങ്ങൾ ഇതുപോലെ ടാസ്കുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ താഴെ ആ ദിവസത്തെ ടാസ്ക് ചെയ്തു എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു ടാസ്ക് ചെയ്യുകയാണെങ്കിൽ ഡേ 4 കംപ്ലീറ്റഡ് എന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. ഈ ഒരു ഷെൽഫിലാണ് ഞാൻ എല്ലാ ബെഡ്ഷീറ്റ്സും ടവൽസും ഒതുക്കിയിരിക്കുന്നത്. ഈ ഒരു ഷെൽഫിലാവുമ്പോൾ ഇത് എടുക്കാനും മാനേജ് ചെയ്യാനൊക്കെ എളുപ്പമാണ്. ഇതുപോലുള്ള ഷെൽഫ് ഒതുക്കുമ്പോൾ നമ്മൾ കാറ്റഗറി തിരിച്ചിട്ട് വേണം ഒതുക്കി വെക്കാനായിട്ട്. അതായത് ആദ്യം നമ്മൾ ബാത്ത് ടവലുകൾ എല്ലാവരുടെയും ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെക്കുക. എല്ലാവർക്കും സെപ്പറേറ്റ് ബാത്ത് ടവൽ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഹാൻഡ് ടവലുകൾ, നമ്മളിപ്പോൾ വാഷ് ബേസിൻ്റെ ഒക്കെ ഇവിടെ ഇരുന്ന ടവലുകളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം തന്നെ അങ്ങനെയെല്ലാം സെപ്പറേറ്റ് ആയിട്ട് തരം തിരിച്ചിട്ട് വേണം ഒതുക്കാനായിട്ട്. അപ്പോൾ എടുക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ്. ഗസ്റ്റൊക്കെ വരുമ്പോൾ അവർക്ക് ഉപയോഗിക്കാൻ കൊടുക്കാനുള്ള ഹാൻഡ് ടവൽസും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ്സും ഇതെല്ലാം നമ്മളൊന്ന് സെപ്പറേറ്റ് ആയിട്ട് വെക്കുക. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ വയ്ക്കുമ്പോൾ ആ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള ടവലും ഇതെല്ലാം തന്നെ സെപ്പറേറ്റ് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമ്മുടെ വീട്ടിലുള്ള വെള്ളത്തോർത്തുകൾ, സാധാരണ ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ടവലാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇതുപോലെ ഒരു ബാഗിലാക്കിയിട്ട് ഒതുക്കി വെക്കാം. ബാഗിൽ വെക്കുമ്പോൾ ഒരു ഗുണം, കുറേ ഇങ്ങനെ മടക്കി അട്ടിയിട്ട് വെക്കുമ്പോൾ തട്ടിമറിഞ്ഞ് വീഴാതെ അത് വൃത്തിയായിട്ട് ഇരിക്കും. അതിനാണ് ഞാൻ അങ്ങനത്തെ തുണിയുടെ ഒരു ബാഗിലാണ് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന ഹാൻഡ് കർച്ചീഫ് ഇങ്ങനൊരു ട്രേയിലാണ് ഞാൻ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതും മൈക്രോ ഫൈബർ മെറ്റീരിയലിൻ്റെ ഹാൻഡ് ടവലുകളാണ്, കർച്ചീഫ്സ് ആണ്. നിങ്ങൾ ഏത് ഉപയോഗിക്കുന്നത്, കോട്ടൻ്റെ ആണെന്നുണ്ടെങ്കിൽ അതും ഉണ്ട് നമ്മുടെ കയ്യിൽ, അത് നമ്മൾ മടക്കി വെക്കാം. ഓരോ അലമാരയും ഒതുക്കേണ്ടത് ആ അലമാരയുടെ സ്പേസ് നമ്മുടെ കയ്യിലുള്ള ഐറ്റംസിനനുസരിച്ചായിരിക്കണം. എനിക്ക് കുറച്ച് ഐഡിയാസ് നിങ്ങൾക്ക് തരാൻ പറ്റുന്നേ ഉള്ളൂ. ഇതേപോലെ തന്നെ ഫോളോ ചെയ്താൽ നിങ്ങളുടെയും കറക്റ്റായിട്ട് വരും എനിക്ക് പറയാൻ പറ്റുക. കാരണം ഓരോരുത്തരുടെയും വീട് പല രീതിയിലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ രീതിയിൽ നിങ്ങൾ കട്ടി കുറച്ച് മടക്കണമെങ്കിൽ അങ്ങനെ ചെയ്യുക. അതിൻ്റെ അളവുകൾ നോക്കിയിട്ട് ഒതുക്കിയാൽ അലമാരയിൽ ഒരുവിധ ഐറ്റംസ് എല്ലാം തന്നെ കൊള്ളും. ഇനി ഞാൻ എടുത്ത് വെക്കുന്നത് കുഷൻ കവേഴ്സ് ആണ്. അല്ലെങ്കിൽ നമ്മൾ ചെറിയ ഈ ലിവിങ് റൂമിലൊക്കെ വെക്കുന്ന സോഫയമേയുള്ള ചെറിയ കുഷൻസിന് വേണ്ടിയുള്ള കവറുകളാണ്. അപ്പോൾ ഇത് ഒരെണ്ണം ഒരു സെറ്റ് വാങ്ങുമ്പോൾ 5 എണ്ണമൊക്കെ ആയിട്ട് കിട്ടും. അപ്പോൾ അങ്ങനത്തെ നമ്മുടെ കയ്യിൽ ബെഡ്റൂമിൽ വെക്കാനും ലിവിങ് ഏരിയയിലും മക്കളുടെ റൂമിലൊക്കെ ഉപയോഗിക്കുന്ന കുഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മേക്ക് ഓവറൊക്കെ വീഡിയോയിൽ കുറേ ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും കുഷൻ കവേഴ്സ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ നമ്മളിതും അങ്ങനെ തന്നെ ഒതുക്കണേ. അതായത് ടവൽ ഒതുക്കി അതേ രീതിയിൽ തന്നെ നമ്മൾ ഗസ്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ വരുമ്പോഴോ ഒക്കെ വെക്കുന്ന കവറുകൾ സെപ്പറേറ്റ് ഒരു ബാഗിൽ വെക്കുകയാണ്. ബാക്കി നമ്മൾ എപ്പോഴെപ്പോഴും എടുക്കുന്നത് സാധാരണ കാണുന്ന പോലെ ജസ്റ്റ് ഫോൾഡ് ചെയ്ത് വെക്കുകയാണ്. അങ്ങനെ നമ്മൾ ബാത്ത് ടവലും ഹാൻഡ് ടവലും കർച്ചീഫ് കുഷൻ കവേഴ്സ് ഇതെല്ലാം മടക്കി കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ബെഡ്ഷീറ്റ്സ് മടക്കി വെക്കാം. ബെഡ്ഷീറ്റ്സ് നമ്മൾ മടക്കുമ്പോൾ ഇപ്പോഴും നല്ല നീർത്തി നല്ല വൃത്തിയായിട്ട് മടക്കി വെക്കുകയാണെങ്കിൽ ഷെൽഫിൽ നല്ല പ്രോപ്പറായിട്ട് സ്ഥലം ഉണ്ടായിരിക്കും. അപ്പോൾ എനിക്ക് അത്ര വലിയ ഇഷ്ടമുള്ള പണിയിലാണ് ബെഡ്ഷീറ്റ് മടക്കില്ല. ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ കാട്ടിക്കൂട്ടി മടക്കിയിട്ട് അങ്ങോട്ട് വെക്കും. അപ്പോൾ അങ്ങനെ മടക്കുമ്പോൾ എന്താ വെച്ചാൽ ചുളിവുകളും വരും, മാത്രമല്ല അത് ഷെൽഫിൽ ഒതുങ്ങുമില്ല. നീറ്റായിട്ട് മടക്കി വെക്കുകയാണെങ്കിൽ അത് വൃത്തിയായിട്ടിരിക്കും. 2 പേരും കൂടെ ഒന്നിച്ചൊന്ന് മടക്കുകയാണെങ്കിൽ കുറച്ചുകൂടി വൃത്തിക്ക് അത് പിടിച്ച് മടക്കാൻ പറ്റും. ഇനി ഒറ്റയ്ക്കായാലും വൃത്തിയായിട്ട് മടക്കിയാൽ അത് ഷെൽഫിൽ നന്നായിട്ട് കൊള്ളും. ഞാൻ ബെഡ്ഷീറ്റുകളും ഇതുപോലെ ഡിവൈഡ് ചെയ്തിട്ട് വെക്കണത്. ഡിസൈനുള്ള ബെഡ്ഷീറ്റുകൾ ഒന്നിച്ചും പ്ലെയിൻ ആയിട്ടുള്ള ബെഡ്ഷീറ്റുകൾ വേറെ സൈഡിലാണ് വെക്കണേ. ആദ്യമൊക്കെ ഞാൻ കൂടുതൽ ഡിസൈനുള്ളത് ഉപയോഗിച്ചിരുന്നത്. മക്കളൊക്കെ കുഞ്ഞായിരുന്നപ്പോൾ ഇങ്ങനെ പ്ലെയിൻ ബെഡ്ഷീറ്റൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, പെട്ടെന്ന് അഴുക്ക് പിടിക്കും. പക്ഷേ ഇപ്പോൾ കൂടുതലും എനിക്ക് പ്ലെയിൻ ബെഡ്ഷീറ്റുകളാണ് ഇഷ്ടം. ആദ്യമൊക്കെ ഞാൻ ഒരുപാട് മേക്ക് ഓവർ വീഡിയോസൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ അത് ചെയ്യുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് ഞാൻ ബെഡ്ഷീറ്റ് അങ്ങനെ മേടിക്കാറൊന്നുമില്ല. ഗസ്റ്റ് വരുമ്പോൾ ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റ് ഞാൻ എപ്പോഴും ഒന്ന് വേറെ വെക്കും, 2 എണ്ണം. ബാക്കിയെല്ലാം ഞാൻ വീട്ടിലേക്ക് പലതരത്തിലുള്ള ബെഡ്ഷീറ്റ് ഇതുപോലത്തെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഷെൽഫിൽ ബെഡ്ഷീറ്റ്സും അതിൻ്റെ തൊട്ട് മുകളിലുള്ള ഷെൽഫിൽ ഞാൻ ഈ ടവലുകളും അങ്ങനെയുള്ള ഐറ്റംസും ഏറ്റവും മുകളിൽ കുഷൻ കവേഴ്സുമാണ് വെക്കുന്നത്. അപ്പോൾ ഈ ഒരു റൂമിൽ ഈ ഒരു ഷെൽഫിൽ വെക്കുമ്പോൾ എനിക്കത് എടുക്കാനും ഒക്കെ കുറേ കൂടി ഈസിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഷെൽഫിൽ തന്നെ ഇതെല്ലാം ഒതുക്കുന്നത്. നമ്മുടെ റൂമിൽ ഏത് ഷെൽഫാണ് ഇതിലേക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് നമ്മൾ ആദ്യം ഒതുക്കി കുറച്ച് വട്ടമൊക്കെ നമ്മൾ ഒതുക്കി മാറ്റി വെച്ചൊക്കെ വരുമ്പോഴാണ് നമുക്ക് അതിലേക്ക് സെറ്റായിട്ട് വരിക. ഞാൻ ഒരുപാട് വർഷം എടുത്തിട്ടാണ് ഓരോ ഷെൽഫുകളും ഇങ്ങനെ ഒതുക്കി റീഅറേഞ്ച് ചെയ്ത് അവസാനം നമുക്ക് ഏകദേശം സെറ്റായ പോലെ ആയത്. അപ്പോൾ നമ്മളൊരു വീട് മാനേജ് ചെയ്യുമ്പോൾ നമ്മൾ കുറേ കഴിയുമ്പോൾ അതൊക്കെ തനിയെ ചെയ്ത് അത് സെറ്റാവും. ഓർഗനൈസിങ് ഒരിക്കലും അവസാനിക്കുന്ന ഒരു കാര്യമല്ല. ഓരോ കാലഘട്ടത്തിൽ നമ്മുടെ വീട്ടിൽ വരുന്ന ചേഞ്ചസ് അനുസരിച്ച് അതിലൊരുപാട് മാറ്റങ്ങൾ നമ്മൾ പലപ്പോഴും വരുത്തേണ്ടി വരും. പ്രത്യേകിച്ച് മക്കളൊക്കെ വലുതായി വരുമ്പോഴും അതുപോലെ തന്നെ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ വീട്ടിലെ രീതികളും എല്ലാം മാറുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വരുന്നൊരു കാര്യമാണ് വീട് ഒതുക്കൽ. അതുകൊണ്ട് ഈ ഒരു കൊല്ലം ഒതുക്കിയെന്ന് വെച്ചാൽ അടുത്ത കൊല്ലം വീണ്ടും നമ്മൾ ചിലപ്പോൾ പല മാറ്റങ്ങളും വരുത്തേണ്ടി വരും.
ഈ ഒരു ഷെൽഫിൻ്റെ ഉള്ളിൽ ഞാൻ ഈ റൂമിൽ ഉപയോഗിക്കുന്ന എല്ലാ ഷീറ്റുകളുമാണ് വെച്ചിരിക്കുന്നത്. മാത്രമല്ല ടവൽസ് ആയാലും ഒക്കെ അതുപോലെ ഡൈനിങ് ഏരിയ ലിവിങ് ഏരിയ ഐറ്റംസ് വെച്ചിട്ടുള്ളൂ. ഇനി നമ്മുടെ മക്കളുടെ റൂമിൽ ഇപ്പോൾ ഷീറ്റുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് ആ ഷീറ്റുകളൊക്കെ എടുത്തു വെച്ചിരിക്കുന്നത്. ടവൽസ് ആയാലും എല്ലാം അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ടവൽസ് ഒക്കെ വെച്ചിരിക്കുന്ന മറ്റൊരു ഷെൽഫും കൂടി ഒന്ന് ഒതുക്കാം. ഇനി അടുത്തത് നമ്മൾ ഒതുക്കി വെക്കുന്നത് ഇതുപോലെ തന്നെ ടവൽസ് ഞാൻ മെയിൻ വാഷ് ബേസിൻ്റെ താഴ്ഭാഗത്തായിട്ടൊരു ട്രേയിൽ വാഷ് ബേസിൻ്റെ താഴെ ഒരു ഷെൽഫുണ്ട്, അതിൽ ഒതുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വാഷ് ബേസിൻ്റെ അവിടെ ഇരുന്ന ടവൽസ് എല്ലാം തന്നെ അവിടെ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും നമുക്ക് എടുക്കാൻ. അപ്പോൾ അതെല്ലാം തന്നെ ഞാൻ മടക്കി അതെല്ലാം അങ്ങനെ തന്നെ വെക്കണേ. അതുപോലെ തന്നെ നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന കിച്ചൺ ടവലുകളൊക്കെ ഉണ്ടല്ലോ, അത് കിച്ചണിൽ തന്നെ വെക്കുകയാണെങ്കിൽ അവിടെ നിന്ന് എടുക്കാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇതുപോലെ ഈ കാണുന്ന രീതിയിലാണ് ഞാൻ ഒതുക്കി വെച്ചിരിക്കുന്നത്. ഈ ഒരു ഷെൽഫിൻ്റെ താഴെ ഇനിയും പല ഐറ്റംസ് നമ്മൾ ഒതുക്കി വെച്ചിട്ടുണ്ട്. അത് വഴിയേ ഒരു ദിവസം ഒതുക്കുമ്പോൾ ഞാൻ ഷെയർ ചെയ്യാം. അടുത്തതായിട്ട് നമ്മൾ ഒതുക്കി വെക്കേണ്ടത് ഈ ബ്ലാങ്കറ്റ്സും അതുപോലെ തന്നെ കേർട്ടൻസ് അങ്ങനത്തെ ഐറ്റംസ് നിങ്ങൾ സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വലിയ ബാഗിൽ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇല്ലെങ്കിൽ വലിയ ചാക്ക് പോലത്തെ അങ്ങനത്തെ സഞ്ചി ഉണ്ടെങ്കിൽ അതിൽ വെക്കുകയാണെങ്കിൽ എളുപ്പമാണ്. കാരണം ഇത് നമ്മൾ ബ്ലാങ്കറ്റ്സ് ഒക്കെ വല്ലപ്പോഴേ എടുക്കുള്ളൂ. അപ്പോൾ നമ്മളത് മടക്കി മടക്കി ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ അതൊക്കെ തട്ടിമറിഞ്ഞ് വീഴാതിരിക്കാൻ നമ്മൾ ഈ ഒരു ബാഗിൽ വെച്ചാൽ എടുക്കാനും വെക്കാനൊക്കെ എളുപ്പമാണ്. ഞാൻ ഈ വലിയ ബാഗിലാക്കിയിട്ട് ഇങ്ങനെ മുകളിലെ ഷെൽഫിലാണ് വെക്കണേ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ടാസ്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ Day 4 കംപ്ലീറ്റഡ് എന്ന് എഴുതാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു ടാസ്ക് ആയിട്ട് ഞാൻ നാളെ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.